നമസ്കാരം. പലപ്പോഴും നമ്മൾ ചുണ്ട് വിണ്ട് കീറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്, ഇതിന് ഫലപ്രദമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. മെയിനായിട്ട് നമ്മുടെ ഈ ലിപ്പിൽ പൊട്ടൽ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പലരും ഈ നാവ് കൊണ്ട് ചുണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലം കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് പൊട്ടാനുള്ള ഒരു സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള, അതായത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ക്വാളിറ്റി കുറഞ്ഞവ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ചുണ്ട് വിണ്ടുകീറൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് പതിവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചുണ്ട് വിണ്ടുകീറൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു ഗ്രൂപ്പിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ ഈ മരുന്നുകളോ കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ നമുക്ക് പെട്ടെന്ന് കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വരാം. അതായത് ഡീഹൈഡ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാം. പിന്നീട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, അതായത് നമ്മളിപ്പോൾ പെട്ടെന്നൊരു ചൂട് കാലത്തിൽ നിന്ന് ഒരു തണുപ്പ് കാലത്തിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഡ്രൈനെസ് ഒരു പരിധി വരെ നമുക്ക് ഈ ചുണ്ട് വിണ്ടുകീറലിനുള്ളൊരു കാരണമാണ്. ഇനി ഇത് മാറുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്, വീട്ടിൽ നമുക്ക് തേന് എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ചുണ്ടിൽ പുരട്ടുന്നതും, അതുപോലെ തന്നെ നമുക്ക് നെയ്യ് വീട്ടിലുണ്ടെങ്കിൽ നെയ്യ് നമുക്ക് ചുണ്ടിൽ പുരട്ടുന്നതും, അലോയിവേര അതായത് നമ്മുടെ കറ്റാർവാഴയില്ലേ, കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് പുരട്ടുന്നതും ഒക്കെ നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിനൊന്നുമുള്ള സാഹചര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നല്ല ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം വാങ്ങിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ശതാഹ്വാദികൃതം എന്ന് പറഞ്ഞിട്ടൊരു നെയ്യ് വാങ്ങാനായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ജാത്യാധികൃതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയ്യ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു നെയ്യ് വാങ്ങിയിട്ട് നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ കഴിക്കുന്ന, അതായത് നമ്മുടെ വായുടെ ഉള്ളിലേക്ക് പോയി നമ്മുടെ വയറിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഈ ലിപ് ബാം ആണെങ്കിലും ഇത്തരത്തിൽ പുരട്ടുന്ന ഒന്നും ആക്കാൻ പറ്റത്തില്ല എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും.